വെഞ്ഞാറമൂട്ടിൽ സർക്കാർ വക വാഹനങ്ങൾ കാട് കയറി തുരുമ്പെടുത്ത് നശിക്കാൻ ഒരുങ്ങുന്നു. വിലക്കയറ്റം കൊണ്ട് ജനം പുറകിമുട്ടുമ്പോൾ അവർക്കൊരു ആശ്വാസമാകേണ്ടിയിരുന്ന വാഹനങ്ങളാണ് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ കട്ടപ്പുറത്തായിരിക്കുന്നത്. വളരെ ഗൗരവമായ വിഷയമായിട്ടും അധികൃതർക്കാർക്കും അറിഞ്ഞ ഭാവമേ ഇല്ല. കൺസ്യൂമർ ഫെഡിന് കീഴിലുള്ള സഞ്ചരിക്കുന്ന വിൽപ്പനശാലകളായിരുന്ന 3 വാഹനങ്ങളാണ് ഇപ്പോൾ കാട് കയറി നശിക്കുന്നത്. വെഞ്ഞാറമൂട് ത്രിവേണി സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നുള്ള പ്രദേശത്ത് ഒതുക്കിയിട്ടിരിക്കുന്ന ഈ വാഹനങ്ങൾ കാടും കയറി തുരുമ്പുമെടുത്ത് മഴയും വെയിലും കൊണ്ട് നശിക്കുകയാണ്. ലക്ഷങ്ങളുടെ പൊതുമുതലാണ് ഇത്തരത്തിൽ ഇവിടെ കിടന്ന് നശിക്കുന്നത്. വാമനപുരം, ആറ്റിങ്ങൽ, വർക്കല തുടങ്ങിയ മണ്ഡലങ്ങളിലെ ഉൾനാട് പ്രദേശങ്ങളിൽ ഉൾപ്പെടെ സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ എത്തിച്ചിരുന്ന വാഹനങ്ങളാണ് ഇവ. സ്ഥിരമായി ഈ വാഹനങ്ങളിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങിയിരുന്നവർ പോലും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ജനുവരി 10 മുതൽ കൺസ്യൂമർ ഫെഡ് ഈ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ വെഞ്ഞാറമൂട് ത്രിവേണിക്ക് മുന്നിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ്. നഷ്ടം എന്ന കാരണം പറഞ്ഞാണ് സഞ്ചരിക്കുന്ന വിൽപ്പനശാലയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. എന്നാൽ ഇവയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടന്നിരുന്നുവെങ്കിൽ വിലക്കയറ്റത്താൽ നട്ടം തിരിയുന്ന ജനത്തിന് ഒരു ചെറിയ ആശ്വാസമെങ്കിലും ആകുമായിരുന്നു. ഇതിനൊപ്പം തന്നെ വെഞ്ഞാറമൂട്ടിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന കൺസ്യൂമർ ഫെഡിന്റെ ഗോഡൌണിന്റെ പ്രവർത്തനവും അവസാനിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ആറ്റിങ്ങൽ റോഡിൽ ആലിയാട് റോഡിന് എതിർഭാഗത്തായി പ്രവർത്തിച്ചിരുന്ന ഗോഡൌൺ ഇപ്പോൾ കിലോമീറ്ററുകൾ അകലെ വലിയ കട്ടകയിലാണ് പ്രവർത്തിക്കുന്നത്. വെഞ്ഞാറമൂട്ടിലെ ഒട്ടേറെ കയറ്റിറക്ക് തൊഴിലാളികൾക്ക് ഇവിടം വഴി ജോലി ലഭിച്ചിരുന്നു. കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തിന് ശക്തി പകരേണ്ട സഹകരണ പ്രസ്ഥാനത്തിനെ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നതിന് ആക്കം കൂട്ടുന്ന പ്രവൃത്തികളാണ് നമ്മുടെ മുന്നിൽ വെഞ്ഞാറമൂട്ടിലും നടക്കുന്നു എന്നതിന് ഉദാഹരണങ്ങളാണ് ഈ സംഭവങ്ങളും.